ഹായ് ലേണേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ MA ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് പേപ്പറായ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഫ്രം ചോസർ ടു 18th സെഞ്ച്വറിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷൻസ് ആയിട്ട്. ഓക്കെ, സെക്ഷൻ എയിൽ വരുന്നത് 2 വെയിറ്റേജിന് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ ബിയിൽ വരുന്നത് 3 വെയിറ്റേജിന് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ സിയിൽ വരുന്നത് 5 വെയിറ്റേജിന് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 30 വെയിറ്റേജിലാണ്. 30 വെയിറ്റേജ് എന്ന് പറയുമ്പം ഒരു വെയിറ്റേജ് ഇസ് ഈക്വൽ ടു 5 മാർക്സ്. അപ്പോൾ 30 വെയിറ്റേജ് എന്ന് പറയുമ്പം 150 മാർക്സ് ആണ്. 150 മാർക്സിന് 3 hours ആണ് ടൈം ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഇതാ, സെക്ഷൻ A is like this. Annotate any 4 of the following. ഒരു അറൗണ്ട് 7 ക്വസ്റ്റ്യൻസ് 7 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും 4 എണ്ണം അനോട്ടേറ്റ് ചെയ്യുക. ഓക്കെ, മീൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് സെക്ഷനിൽ പോയംസിൻ്റെ ലൈൻസ് ആണ് കൊടുക്കുക. ഓക്കെ, സോ എല്ലാ പോയംസും ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കണം, അത് കമ്പൾസറി ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ദെൻ സെക്ഷൻ ബിയിൽ വരുന്നത് റൈറ്റ് ഷോർട്ട് എസ്സേസ് ഓൺ എനി 4 ഓഫ് ദ ഫോളോവിങ്. ഓക്കെ, ഒരു 7 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും 4 എണ്ണത്തിൽ ആൻസർ ചെയ്യാൻ. ഇൻ 250 വേർഡ്സ് എന്ന് പറയുമ്പം ഒരു അറൗണ്ട് 2.5 പേജസ് ഒക്കെ വരും. ഓക്കെ, കാരണം 3 വെയിറ്റേജിനാണ്. 3 വെയിറ്റേജ് എന്ന് പറയുമ്പം 15 മാർക്സിനാണല്ലോ. അതുപോലെ സെക്ഷൻ സി 600 വേർഡ്സിൽ ആൻസർ ചെയ്യാനാണ്. അപ്പോൾ അറൗണ്ട് 5 പേജസ് ഒക്കെ അത് വരും, കാരണം 5 വെയിറ്റേജിനാണല്ലോ. ഓക്കെ, സോ അതിൽ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും, ഏതെങ്കിലും 2 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം, 2 എസ്സേസ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസിലേക്കും കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സെക്ഷൻ A, അനോട്ടേറ്റ് എനി 4 ഓഫ് ദ ഫോളോവിങ്. അപ്പോൾ അനോട്ടേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം ഒരു പോയിൻറ്റ്സിൻ്റെ ലൈൻസ് കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് എന്തെന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ 3 സെക്ഷനായിട്ട് ആൻസർ ചെയ്യുക. ഫസ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് ഒരു പാരഗ്രാഫിൽ ഏത് പോയിംസ് ലൈൻസാണ്, റൈറ്റർ ആരാണ്, എന്താണ് പോയത്തിൻ്റെ തീം എന്നുള്ള കാര്യങ്ങൾ. സെക്കൻഡ് പാരഗ്രാഫിൽ ഈ ഒരു കൊടുത്തിരിക്കുന്ന ലൈൻസിൻ്റെ മീനിങ്. തേർഡ് പാരഗ്രാഫിൽ ആ ഒരു ലൈൻസിൻ്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് പോലെ. അപ്പോൾ അങ്ങനെ 3 പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാൻ പറ്റിയാൽ നല്ലത്, അല്ലെങ്കിൽ 1 പാരഗ്രാഫ് ആയിട്ടാണെങ്കിൽ അങ്ങനെ. ഇതൊക്കെയാണ് അതിൽ വേണ്ട കോണ്ടൻസ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഈ ലൈൻസാണ് കൊടുത്തിട്ടുള്ളത്. So brigade him nature in his courageous തന്നെ long and folk to goon on pilgrimages. അപ്പോൾ ഇത് ഏത് വർക്കിലെ ലൈൻസ് ആണ്? These are the lines from general prologue to the Canterbury Tales by Geoffrey Chaucer. ഓക്കെ, ചോസറിൻ്റെ prologue to Canterbury Talesൻ്റെ ലൈൻസ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ ഓർക്കുക, അത് prologue to Canterbury Talesലെ വേർഡ്സ് ആണ്. കാരണം എന്താ, ഇറ്റ് ഈസ് റിട്ടൺ ഇൻ എ ഡിഫറൻറ്റ് സ്ലാങ്. കണ്ടോ, ഒരു യൂഷ്വൽ ഇംഗ്ലീഷ് അല്ലല്ലോ, ഒരു ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റിലാണ് കാൻറ്റർബറി ടെയിൽസ്, പ്രൊലോഗ് ടു കാൻറ്റർബറി ടെയിൽസ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് മനസ്സിലാവാത്തൊരു ഡിഫറെൻറ്റ് വേർഡ് കാണുമ്പം ഓൾമോസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പോയിംസിൽ കാൻറ്റർബറി ടെയിൽസിലേതാണ് എന്ന് ഗസ് ചെയ്യാം. ഓക്കെ, ഈ പേപ്പറിൽ ആകെ ഒരു 7 പോംസേ വരുന്നുള്ളൂ. അതുകൊണ്ട് അതിൽ 7 പോംസിലൊരു 5 പോംസൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഏത് പോമെന്ന് വരുന്നതാണെന്ന് ജസ്റ്റ് ഗസ് ചെയ്യാനെങ്കിലും പറ്റും. ഓക്കെ, സോ these lines are the 11th and 12th lines of the general prologue. It is written in East Midland dialect. The actual meaning of the line is as follows. അപ്പോൾ ഈ ലൈൻസിൻ്റെ ആക്ച്വൽ മീനിങ് എന്താ? So nature incites them in their herds, then folk long to go on പിൽഗ്രിമേജസ്. ഓക്കെ, അപ്പം നേച്ചർ അവരുടെ ഹേർഡ്സിൽ ഇൻസൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തിന്? ദെൻ ഫോക്ക് ലോങ് ടു ഗോ ഓൺ പിൽഗ്രിമേജസ്. അവരുടെ ഹേർഡ്സിൽ, പീപ്പിളിൻ്റെ ഹേർഡ്സിൽ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. പിൽഗ്രിമേജിന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീലിങ്സ് നേച്ചർ അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അവരിലൊരു ഇൻസൈറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പം ആ ഒരു ലൈൻസ് അപ്പം മനസ്സിലായല്ലോ. കാൻറ്റർബറി ടെയിൽസിൽ എന്താ പറയുന്നത്? കാൻറ്റർബറി ടെയിൽസിൽ സ്പ്രിംഗ് സീസൺ, ഒരു ഏപ്രിൽ സീസൺ ആകുമ്പം എല്ലാവരും റിലീജിയസ് ആയിട്ടുള്ള പീപ്പിളൊക്കെ പിൽഗ്രിമേജിന് പോകുന്ന ഒരു ടൈമാണ് അല്ലേ. കാൻറ്റർബറി ടെയിൽസിൽ അവരെങ്ങോട്ടാണ് പോകുന്നത്? കാൻറ്റർബറി കത്തീഡ്രലിലേക്ക്, സെൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ ടോംബിൻ്റെ അടുത്തേക്ക്. ഓക്കെ, സോ അങ്ങോട്ട് അവർ പിൽഗ്രിമേജിന് പോവാണ്. അപ്പോൾ ഇത് ആ ഒരു കാൻറ്റർബറി ടെയിൽസിൻ്റെ പ്രൊലോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ലൈൻസാണ്, പിൽഗ്രിമേജിന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈം. ഓക്കെ, The poet opens the general prologue by describing the return of
spring. It is the month of April when people long to go on pilgrimages. Okay, അപ്പോൾ പോംസിൻ്റെ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതാണ്. ഏപ്രിൽ സമയത്ത് ഒരു സ്പ്രിംഗ് സീസൺ വീണ്ടും ആയി, പിൽഗ്രിമേജിനുള്ളൊരു ടൈമായി എന്ന് പറഞ്ഞിട്ടാണല്ലോ പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. Okay, so it is the month of April when people long to go on pilgrimages. So in these lines, the poet says that the nature at this time insists people's heart to go on for the pilgrimages and it is the time. Okay, people's heart insist ചെയ്യാണ് നേച്ചർ എന്ത് പിൽഗ്രിമേജിന് പോകാനുള്ളൊരു ടൈം ആയിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻസിസ്റ്റ് ചെയ്യാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കുകയാണ് നേച്ചർ. ഓക്കെ, ആ ഒരു സ്പ്രിംഗ് സീസൺ വരുമ്പോഴേ അത് നേച്ചറിൻ്റെ ഒരു അടയാളം പോലെയാണ് പിൽഗ്രിമേജിന് പോകാനുള്ള ടൈമായി എന്നുള്ളതുപോലെ. ഓക്കെ, സോ നേച്ചേഴ്സ് ഗിവ്സ് ദ feeling to go for a pilgrimage and the people across England choose to travel to Canterbury Cathedral to seek help from the blessed martyr Thomas Becket, whose ruins are at Canterbury Cathedral. Okay, so St. Thomas Becketൻ്റെ ടോംബിൻ്റെ അടുത്തേക്ക് കാൻറ്റർബറി കത്തീഡ്രലിലേക്കാണ് പിൽഗ്രിംസ് ഒക്കെ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ആ ഒരു ദ പ്രൊലോഗ് ടു കാൻറ്റർബറി ടെയിൽസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. ബട്ട് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഓരോ സെക്ഷനും ഇത്ര ടൈം എന്നുള്ള രീതിയിൽ ടൈം ബാലൻസ് ചെയ്തിട്ട് എല്ലാം ആൻസർ ചെയ്യാനുള്ളൊരു ടൈം കണ്ടെത്തണം. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ ഒരു 45 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സെക്കൻഡ് സെക്ഷനും അതുപോലെ ഒരു 45-50 മിനിറ്റ്സ് കൊണ്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റിലെ സെക്ഷന് ഒരു 1 hour പ്ലസ് ടൈം ഉണ്ടാവും. 1 hour 30 മിനിറ്റ്സ് ഒക്കെ ടൈം കിട്ടും ആ ഒരു എസ്സേസ് എഴുതാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഓരോ സെക്ഷനും 1 hour കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോ സെക്ഷനും ഓരോ മണിക്കൂർ കരുതിയിട്ട് 3 hours എല്ലാം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. We die and rise the same and prove mysterious by this love. Okay, അപ്പോൾ ലവിനെ പറ്റിയൊക്കെ പറയുന്ന പോം നിങ്ങൾ പഠിക്കുന്നത് ദ കാനോണൈസേഷൻ ആണ്. സോ ദീസ് ആർ ദ ലൈൻസ് ഫ്രം ദ പോം ദ കാനോണൈസേഷൻ ബൈ ജോൺ ഡൺ. ഓക്കെ, ദ പോം കൺസിസ്റ്റ് ഓഫ് 5 stanzas with 9 lines each and these are the ending lines of the third stanza. The canonization poemsൻ്റെ സ്റ്റാർട്ടിംഗ് ലൈൻസ് എന്താ? For God's sake hold your tongue and let me love. മറ്റുള്ളവരോട് ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ ലവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലൈൻസ് തുടങ്ങുന്നത് ജോൺ ഡൻ്റെ ദ കാനോണൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു തേർഡ് സ്റ്റാൻസയിൽ വരുന്ന ലൈൻസാണ്. വി ഡൈ ആൻഡ് റൈസ് ദ സെയിം ആൻഡ് പ്രൂവ് മിസ്റ്റീരിയസ് ബൈ ദിസ് ലവ്. ഓക്കെ, സോ ദിസ് ഇസ് എ പോയം വേർ ദ പോയറ്റ് പ്രൈസസ് ഹിസ് ലവ്. While the literal meaning of canonization is official admission of a dead person into sainthood, in this poem the term refers to a poet's love entering the canons of love because of the extraordinary depth of his love with his lover. Okay, usually canonization എന്ന് പറയുന്നത് എന്തിനാ? മരണപ്പെട്ടു പോയ ഒരാൾ സെയിൻറ്റ്ഹുഡിലേക്ക് പറഞ്ഞയക്കുന്നതിനാണ് കാനോണൈസേഷൻ എന്ന് പറയുക. ഓക്കെ, അയാളെ ഒരു പുണ്യമാക്കുന്നതിനാണ് കാനോണൈസേഷൻ എന്ന് പറയാം. പക്ഷേ ഇവിടെ പോയറ്റ് കാനോണൈസേഷൻ എന്നുള്ളൊരു ടൈറ്റിൽ കൊടുത്തത് ആ ഒരു പോത്തിൽ കംപ്ലീറ്റ് പറയുന്നത് ലവിനെ പറ്റിയാണ്. അതും കാനോണൈസേഷൻ ഒരു ബന്ധമില്ല. സോ വാട്ട് ഹി മീൻസ് ഇസ് ദാറ്റ് അവരുടെ ലവ് ഒരു കാനണിലേക്ക്, ഒരു അങ്ങനത്തെ ഒരു പുണ്യമായൊരു രീതിയിലേക്ക് അവരുടെ ലവ് മാറും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എല്ലാവരും അതിനെ പ്രൈസ് ചെയ്യുമെന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത്. വി ഡൈ ആൻഡ് റൈസ് ദ സെയിം ആൻഡ് പ്രൂവ് മിസ്റ്റീരിയസ് ബൈ ദിസ് ലവ്. പിന്നെ എല്ലാവരും അവരുടെ ഒരു ലവ് പ്രൂവ് ചെയ്യാൻ വേണ്ടി, ലവിൻ്റെ ഹെൽപ്പിനും വേണ്ടിയിട്ട് ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കും. ഇവരത്രയും ലവബിളായിട്ടുള്ള രണ്ടാൾക്കാരായിട്ട് എപ്പോഴും റിമെമ്പേർഡ് ആവും എന്നുള്ള രീതിയിലൊക്കെയാണ് ജോൺ ഡൺ ദ കാനോണൈസേഷൻ എഴുതുന്നത്. ഓക്കെ, ഇൻ ദീസ് ലൈൻസ് ദ പോയറ്റ് മീൻസ് ദാറ്റ് ഹി ആൻഡ് ഹിസ് ലവർ വിൽ ഡൈ and then rise again like a phoenix bird and prove their mysterious love. Okay, so ഇതാണ് ആ ഒരു ലൈൻസിൻ്റെ മീനിങ്. വി ഡൈ ആൻഡ് റൈസ് ദ സെയിം ആൻഡ് പ്രൂവ് മിസ്റ്റീരിയസ് ബൈ ദിസ് ലവ്. ഒരു ഫിനിക്സ് ബേർഡിനെയൊക്കെ പോലെ മരണപ്പെട്ടാലും ദിൽ റൈസ് ദ സെയിം, അതുപോലെ എണീറ്റ് വന്നിട്ട് ദിൽ പ്രൂവ് ദെയർ ലവ് എന്ന് പറയുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Full many a gem of purest rays the dark unfathomed caves of ocean bear. Full many a flaw in bomb to blush unseen and waste its sweetness on the desert air. അപ്പോൾ ഇത് തോമസ് ഗ്രേയുടെ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച്യാർഡിലെ ലൈൻസാണ്. അപ്പോൾ അതിങ്ങനെ 4 ലൈൻസുള്ള സ്റ്റാൻസാസ് പോലെയാണ് ആ പോം ഉള്ളത്. അതിൽ 14 സ്റ്റാൻസയാണ് ഈ പോയം. ഓക്കെ,
This is the 14th stanza of the poem, Elegy Written in a Country Churchyard, written by Thomas Gray. The speaker says that the village people are like treasures hidden in a cave or beautiful flowers that bloom unseen by anyone. Okay, അപ്പോൾ ഈ ഒരു ലൈൻസിൽ സ്പീക്കർ എന്താ പറയുന്നത്? വില്ലേജ് പീപ്പിള് ഒരു കേവിൽ ഹിഡൻ ആയി കിടക്കുന്ന ട്രഷേഴ്സ് പോലെയാണ്, നിധിയൊക്കെ പോലെയാണ്, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂം അൺസീൻ, ആരും കാണാതെ ബ്ലൂം ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ് ആക്ച്വലി വില്ലേജ് പീപ്പിൾ. ആരും കെയർ ചെയ്യാത്ത ആൾക്കാരാണ് വില്ലേജ് പീപ്പിൾ, ബട്ട് ദേ ആർ ലൈക്ക് ട്രഷേഴ്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സൊക്കെ പോലെ വാല്യുബിൾ ആണ് എന്ന് പറയുകയാണ്. The phrase blush unseen could also refer to the fact that these people's toils or abilities are never appreciated or taken for granted. Okay, അപ്പോൾ ഇതിൽ ബ്ലഷ് അൺസീൻ എന്ന് പറയുന്നുണ്ട്. അപ്പം അവരുടെ ആ കഴിവുകളൊക്കെ അൺസീൻ ആണ്. വില്ലേജ് പീപ്പിളിൻ്റെ എബിലിറ്റീസൊക്കെ ഇവർ അൺസീൻ, അപ്പോൾ ആരും കാണാത്തതോ കണ്ടില്ല എന്ന് നടിക്കുന്നതോ ഒക്കെയാണ് അവരുടെ എബിലിറ്റീസൊക്കെ. ഓക്കെ, they have so many talents and abilities inside them that lay hidden due to the circumstances and poverty. In the poem, the poet mourns about the inevitability of death in general and how poet wishes to be remembered after death. Okay, എനിവേ ഡെത്ത് ആർക്കും തടയാൻ പറ്റാത്തതാണ്. ഡെത്ത് എല്ലാവർക്കും ഈക്വൽ ആണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു പോമിൻ്റെ തീം വരുന്നത്. ഓക്കെ, സോ the poem sheds light on the life of the simple country folks. Simple country folks in the country people in the ജീവിതത്തിലേക്കൊരു ലൈറ്റ് കൂടിയാണ് ആ ഒരു പോം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദീസ് were the lines. Full many a gem of purest ray serene, the dark unfathomed caves of ocean bar. അപ്പം ഈ ജെംസ് അല്ലെങ്കിൽ ഈ പ്രഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ജെംസ് പോലെ ഒരു കേവ്സിൻ്റെ അകത്ത് ഹിഡൺ ആയിട്ട് കിടക്കുകയാണ്. ഈ കൺട്രി പീപ്പിളിനെ, ഈ വില്ലേജ് പീപ്പിളിനെയാണ് പറയുന്നത്. ഫുൾ മെനി എ ഫ്ലവർ ഇൻ ബോം ടു ബ്ലഷ് അൺസീൻ, അല്ലെങ്കിൽ അവർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ പോലെ, അവരുടെ ബ്ലഷ് അൺസീൻ ആണ്, അവരുടെ ആ ഒരു ബ്യൂട്ടി അൺസീൻ ആണ് എന്ന് പറയുകയാണ്. ആൻഡ് വേസ്റ്റ് ഇറ്റ് സ്വീറ്റ്നെസ് ഓൺ ദ ഡെസേർട്ട് എയർ, അവരുടെ സ്വീറ്റ്നെസ് അവർ ഡെസേർട്ട് എയറിൽ ഇങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്യാണ്. അവരുടെ എബിലിറ്റീസ് അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ അതാണ് ഈ ഒരു ലൈൻസിൻ്റെ മീനിങ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Now let us sport us while we may, and now like amorous birds of prey, rather at once our time devour than languish in his slow-shaped power. Okay, അപ്പോൾ ഇത് ആൻഡ്രൂ മാർവലിൻ്റെ ടു ഹിസ് കോയ് മിസ്ട്രസ്സിലെ ലൈൻസ് ആണ്. These are the lines from the poem To His Coy Mistress, written by Andrew Marvell. It is a seduction poem or carpe diem. Okay, കാർപ്പെ ഡാം എന്ന് പറയുന്നത് സീസ് ഓർ പ്ലഗ് ദ ഡേ പോം എന്ന് പറയുന്നുണ്ട്. കാർപ്പെ ഡാം എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ ഫോഴ്സ് ചെയ്യുക, പ്രഷർ ചെയ്യുക. എന്തിന്? ആ ഒരു ടൈമിലെ ഹാപ്പിനെസ്, ആ ഒരു ടൈമിൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഫോഴ്സ് ചെയ്യുക. ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ എൻജോയ് ദ മൊമെൻറ്റ് എന്നുള്ള രീതിയിലാണ് കാർപ്പെ ഡാമിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ അതൊരു സെഡക്ഷൻ പോമാണ്, അല്ലെങ്കിൽ ആ ഒരു എൻജോയ് ദ മൊമെൻറ്റ്, യൂട്ടിലൈസ് ദാറ്റ് മൊമെൻറ്റ് ഓർ പ്ലഗ് ദ ഡേ, എൻജോയ് ദാറ്റ് ഡേ എന്നുള്ള രീതിയിലുള്ള ഒരു പോമാണിത്. ഓക്കെ, നോട്ട് തിങ്കിങ് അബൌട്ട് ദ ഫ്യൂച്ചർ, ടു മേക്ക് ദ മൊമെൻറ്റ് ഹാപ്പി. ദ പോയറ്റ് urges a young lady to enjoy the pleasures or the sexual pleasures of life before death comes. Okay, അപ്പോൾ ഇതിൽ ഈ പോമിൽ എന്താ ചെയ്യുന്നത്? ഒരു യങ് ലേഡീനെ സെക്ഷുവൽ പ്ലഷേഴ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ ചെയ്യാണ്. ഓക്കെ, ബിഫോർ ഡെത്ത് കംസ്. ഓക്കെ, ഇൻ ദ ഗിവൺ ലൈൻസ് ദ സ്പീക്കർ ആസ്ക്സ് ദാറ്റ് ഹിസ് മിസ്ട്രസ് മേക്ക് ലവ് വിത്ത് ഹിം ബിഫോർ ഹിസ് ഇനെവിറ്റബിൾ ഇംപെൻഡിങ് ഡെത്ത് വിച്ച് ഹി ഹാസ് ഡിസ്ക്രൈബ്ഡ്. ഓക്കെ, അപ്പം ഡെത്തിന് മുന്നേ ആ ഒരു സെക്ഷുവൽ ഹാപ്പിനെസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ മിസ്ട്രസ്സിനെ ഫോഴ്സ് ചെയ്യാണ്. He describes the lovers as amorous birds will prey on time, feeding on all it has to offer before they die and it's too late. Okay, അപ്പോൾ ലവേഴ്സിനെ എമോറസ് ബേർഡ്സ് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് വിൽ പ്രേ ഓൺ ടൈം, ഫീഡിങ് ഓൺ ഓൾ ഇറ്റ് ഹാസ് ടു ഓഫർ ബിഫോർ ദേ ഡൈ ആൻഡ് ഇറ്റ്സ് ടു ലേറ്റ്. ഓക്കെ, അപ്പം മരിക്കുന്നതിന് മുന്നേ എല്ലാം യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അതിനെല്ലാം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം മരണം വരുന്നതിന് മുന്നേ ഇറ്റ്സ് ടു ലേറ്റ്, അതിന് മുന്നേ എല്ലാം എൻജോയ് ചെയ്യണം എന്ന് പറയുകയാണ്. Then he continues that it's better to take full advantage of our time than to
ലെറ്റ് ഇറ്റ് സ്ലോലി കിൽ അസ്. ഓക്കെ, അപ്പം ടൈം നമ്മളെ മെല്ലെ മെല്ലെ കൊല്ലുന്നതിന് പകരം പെട്ടെന്ന് അതിനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറയുകയാണ്. In 17th century, sport was a word commonly used to refer to sex. ആ ലൈൻസ് സ്പോർട്ട് എന്ന് ഉദ്ദേശിച്ചത് സെക്സ് എന്നാണ്. That is why the poet has used the word sport. Okay, so these are the lines. Now let us sport us while we may. ഓക്കെ, അപ്പോൾ സ്പോർട്ട് ചെയ്യാം, ലെറ്റ് എസ് സ്പോർട്ട് അസ്, അല്ലെങ്കിൽ നമുക്ക് പറ്റുമ്പം എന്ത് ചെയ്യാം, സെക്സ് ചെയ്യാമെന്ന് പറയാണ്. ആൻഡ് നൗ ലൈക്ക് അമോറസ് ബേർഡ്സ് ഓഫ് പ്രേ. അമോറസ് ബേർഡ്സ് ഓഫ് പ്രേ എന്ന് പറയുന്നത്, അമോറസ് മീൻസ് ഒരു ലവർ അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ ഫീലിംഗ് ഉള്ള ഒരാൾ എന്നൊക്കെയാണ് അമോറസിൻ്റെ മീനിങ്. സോ അമോറസ് ബേർഡ്സ് ഓഫ് പ്രേ ആണ് അവർ. റാദർ അറ്റ് അങ്ങനെ ആവാമെന്ന് പറയാണ്, ലൈക്ക് അമോറസ് ബേർഡ്സ് ഓഫ് പ്രേ ആവാം. റാദർ അറ്റ് വൺസ് ആ ടൈം ജവർ, നമ്മളുടെ ടൈം വരുന്നതിന് മുന്നേ ലെറ്റ്സ് ബി എന്ന് പറയുകയാണ്. ഓക്കെ, നമ്മൾ ടൈം എൻഡ് ചെയ്യുന്നതിന് മുന്നേ എന്ന് പറയുകയാണ്. ദാറ്റ് ലാംഗ്വേജ് ഇൻ സ്ലോ ചാപ്റ്റ് പവർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈമിൽ അത് ചെയ്യാം എന്ന് പറയുകയാണ്. ഓക്കെ, എൻജോയ് ദ മൊമെൻറ്റ് എന്ന് പറയുകയാണ്. നെക്സ്റ്റ് പോം, സക്സസ് ലെറ്റ് അതേഴ്സ് ടീച്ച്, ലേൺ ദോ ഫ്രം മീ, പാങ്സ് വിത്തൗട്ട് ബർത്ത് ആൻഡ് ഫ്രൂട്ട്ലെസ് ഇൻഡസ്ട്രി. Let virtuous in 5 years be writ, yet not one dot accuse thy toil of wit. Okay, so these are the lines from the poem Mac Flecknoe by John Dryden. John Dryden's Mac Flecknoe lines ആണിത്. Okay, this poem is a satire on Thomas Shadwell, who was a poet who offended Dryden with both his political as well as aesthetic choices. Okay, അപ്പോൾ ഈ poem തോമസ് ഷാഡ്വെലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു സെറ്റയറാണ് അല്ലേ. ഡ്രൈഡനെ ഒരുപാട് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് തോമസ് ഷാഡ്വെൽ. അപ്പോൾ അദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് എഴുതുന്ന ഒരു പോമാണ് മാക് ഫ്ലെക്നോവ്. ഓക്കെ, ഷാഡ്വെലിൻ്റെ ഫാദറാണ് ഫ്ലെക്നോവ് എന്നുള്ള രീതിയിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് അവരെ ഒരുപാട് അപഹസിച്ചുകൊണ്ട് എഴുതുന്നൊരു വർക്കാണിതെന്ന് പറയാം അല്ലേ. അപ്പം ഇറ്റ് ഈസ് എ മോക്ക് എപ്പിക്. ഓക്കെ, ഹീസ് മോക്കിംഗ് അറ്റ് ബോത്ത് ഓഫ് ദാറ്റ് ഷാഡ്വെൽ ഇൻ ദിസ് പോം. Mac Flecknoe is the poet king of the realm of nonsense. Okay, നോൺസെൻസിൻ്റെ ഒരു കിങ് ആണെന്നൊക്കെ പറയാം മാക് ഫ്ലെക്നോവ്. ഓക്കെ, poet describes him as the father of Thomas Shadwell. After many years as ruler, however, it comes time for Mac Flecknoe to step down. Ultimately, he chooses his son Thomas Shadwell, a poet of unparalleled dreadfulness, as his successor. Okay, എനിവേ മാക് ഫ്ലെക്നോവ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കൺട്രി. ഒരു സമയത്ത് മാക് ഫ്ലെക്നോവിന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരികയാണ്. അപ്പം തോമസ് ഷാഡ്വെലിനെ അദ്ദേഹത്തിൻ്റെ സക്സസറായിട്ട് അദ്ദേഹം സെലക്ട് ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ സണ്ണിനെ. ഓക്കെ, സോ ഷാഡ്വെൽ ഇസ് ദ വേഴ്സ്റ്റ് റൈറ്റർ ഇൻ ഓൾ ദ ലാൻഡ് ആൻഡ് ദസ് ദ പെർഫെക്റ്റ് മാൻ ഫോർ ദ ജോബ്. അപ്പം ഒരു കോമിക്കായിട്ടാണ് അവിടെ പറയുന്നത്, ഒരു വേഴ്സ്റ്റ് റൈറ്ററാണ്, അതുകൊണ്ട് ഈ ജോബിന് പറ്റിയ ആൾ ഇയാളാണെന്നുള്ള രീതിയിൽ. ഓക്കെ, നോൺസെൻസിൻ്റെ കിങ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. Mac Flecknoe himself delivers a brief speech on his son's merits. Okay, during the coronation. അപ്പോൾ ആ ഒരു ടൈമിൽ, ആ ഒരു കൈമാറുന്ന ടൈമിൽ, രാജ്യം കൈമാറുന്ന ടൈമിൽ എന്താ ചെയ്യുന്നത്, മാക് ഫ്ലെക്നോവ് സണ്ണിനെ പറ്റിയൊരു സ്പീച്ച് നടത്തുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ ഹിസ് വേർഡ്സ്. അപ്പോൾ ആ സ്പീച്ചിലെ ലൈൻസാണ് ഈ പോയത്തിലെ ലൈൻസ്. ഓക്കെ, in these sentences he say that others may learn success, but he and his son have learned pangs without birth and fruitless endeavor. Pangs എന്ന് പറയുന്നത് എന്താ, പാങ്സ് മീൻസ് പെയിൻസ്. അപ്പം they have known pangs without birth എന്ന് മാക് ഫ്ലെക്നോവ് പറയുന്നുണ്ടെന്ന് പറയുകയാണ് കൊറോണേഷൻ ടൈമിലുള്ള സ്പീച്ചിൽ. ഓക്കെ, സോ പാങ്സ് എന്ന് പറയുമ്പോൾ പെയിൻ വിത്തൗട്ട് ബർത്ത് ജനിക്കാതെ തന്നെ അവർ ഒരു പെയിന്, ബർത്ത് ഇല്ലാതെ തന്നെ അവരെന്ത് കണ്ടിട്ടുണ്ട്, പെയിൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആൻഡ് ഫ്രൂട്ട്ലെസ് എൻഡ്യൂവർ മീൻസ് ഓരോ അറ്റംപ്റ്റുകൾ, ഓരോ ശ്രമങ്ങൾ, ഓരോ ആക്ടിവിറ്റീസ്. ഓക്കെ, ഫ്രൂട്ട്ലെസ് എൻഡ്യൂവർ ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. മീൻസ് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനോ അവർ ചെയ്യുന്ന ശ്രമങ്ങൾക്കൊന്നും ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല, ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ അവരെ പുച്ഛിച്ചുകൊണ്ട് പറയുകയാണ് പോയറ്റ്. ലെറ്റ് ദ സ്കിൽസ് ഇൻ 5 years be written. He continues, sorry, B alla, he ആണ്. Okay, he continues that no one will ever mistake for having any wit. Okay,
വിറ്റ് മീൻസ് എന്താ ഒരു ഇൻ്റലിജൻറ്റ് തോട്ടൊക്കെ. അപ്പം നോ വൺ വിൽ എവർ മിസ്റ്റേക്ക് ഫോർ ഹാവിങ് എനി വിറ്റ്. ഒരു ഇൻ്റലിജൻറ്റ് തോട്ടൊന്നും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആരും നിങ്ങളെ മിസ്റ്റേക്ക് ചെയ്യില്ല. മീൻസ് അത്രയും ഫൂളിഷാണ് അവർ എന്നുള്ള രീതിയിൽ ആണ് അവരെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദോസ് ലൈൻസ്. സക്സസ് ലെറ്റ് അതേഴ്സ് ടീച്ച്, ലേൺ ദോ ഫ്രം me. Okay. Pangs without birth and fruitless industry. Let virtuous in 5 years be writ. 5 years, ഇനിയുള്ള 5 years മകൻ ഭരിക്കാൻ പോവാണല്ലോ തോമസ് ഷാഡ്വൽ. അപ്പോൾ തോമസ് ഷാഡ്വലിൻ്റെ ആ ഒരു 5 years ഇനി എഴുതപ്പെടട്ടെ എന്ന് പറയാണ് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ. യെറ്റ് നോട്ട് വൺ തോട്ട് അക്യൂസ് ദൈ ടോയിൽ ഓഫ് വിറ്റ്. ആരും അക്യൂസ് ചെയ്യില്ല. എന്തിന്? ഇയാൾക്ക് വിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. മീൻസ് ഇയാൾക്ക് ഒരു ഇൻ്റലിജൻറ്റ് തോട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ ആരും അക്യൂസ് ചെയ്യില്ല എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ജോൺ ഡ്രൈഡൻ്റെ മാക്ഫ്ലെക്നോ എന്ന് പറയുന്ന പോത്തിൽ ഫ്ലെക്നോ നടത്തുന്ന ഒരു സ്പീച്ചിലെ ലൈൻസാണ് ഇത്. ഓക്കെ, സോ ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് സൺ തോമസ് ഷാഡ്വെൽ. ഓക്കെ, സോ ദിസ് വാസ് എ സെറ്റയർ അഗെയിൻസ്റ്റ് തോമസ് ഷാഡ്വെൽ. അവർ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിലേതും കൂടെ ആയിരുന്നു, തോമസ് ഷാഡ്വെലും ജോൺ ഡ്രൈഡനും. അതുകൊണ്ട് തന്നെ ഒരുപാട് പൊളിറ്റിക്കൽ ഹറാസ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ലോങ് ആസ് മെൻ ക്യാൻ ബ്രീത്ത് ഓർ ഐസ് ക്യാൻ സീ, സോ ലോങ് ലിവ്സ് ദിസ് ആൻഡ് ദിസ് ഗിവ്സ് ലൈഫ് ടു ദി. ഓക്കെ, അപ്പം സോ ലോങ് ആസ് മെൻ ക്യാൻ ബ്രീത്ത് എന്താ ലൈൻസിൻ്റെ മീനിങ്? ഇത് സിമ്പിളാണ്. സോ ലോങ് ആസ് മെൻ ക്യാൻ ബ്രീത്ത് ഓർ ഐസ് ക്യാൻ സീ, മെന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം, മെൻ്റെ ഐസിന് കാണാൻ പറ്റുന്നിടത്തോളം കാലം, സോ ലോങ് ലിവ്സ് ദിസ്, അത്രയും കാലം ഇത് ജീവിക്കും. ആൻഡ് ദിസ് ഗിവ്സ് ലൈഫ് ടു ദി, ഇത് നിങ്ങൾക്ക്, ദിസ് വിൽ ഗിവ് ലൈഫ് ടു യു എന്ന് പറയാണ്. ഓക്കെ, സോ ദീസ് ആർ ദ ലൈൻസ് ഫ്രം ഷാൽ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ റിട്ടൺ ബൈ ഷേക്സ്പിയർ. ഓക്കെ, ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 18 ലൈൻസാണിത് അല്ലേ. അപ്പോൾ അതൊരു ഫെയർ യൂത്തിനെ, ഒരു യങ് മാനിനെ അഡ്രസ്സ് ചെയ്തിട്ട് പറയുകയാണ്. കുറച്ച് ലൈൻസ് യങ് മാൻസിനെ പറ്റി, ഒരു 14 ലൈൻസ് അല്ലേ സോണറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ലൈൻസ് എഴുതിയിട്ട് ഈ ഒരു വേർഡ്സിലൂടെ, ഈ ഒരു ലൈൻസിലൂടെ എത്രത്തോളം കാലം മെന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ, കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ, അത്രയും കാലം ഈ ഒരു വരികളിലൂടെ നിങ്ങൾ ജീവിക്കും എന്ന് ആ ഒരു യങ് മാനിനോട് പറയുകയാണ്. ഓക്കെ, സോ ദീസ് ആർ ദ ലാസ്റ്റ് ലൈൻസ് ഓഫ് ഷേക്സ്പിയേഴ്സ് സോണറ്റ് 18. That is, shall I compare thee to a summer's day. This sonnet is dedicated to the fair youth. The main theme of the poem is to preserve the beauty of a young man. Okay, ആ യങ് മാൻ്റെ ബ്യൂട്ടി പ്രിസർവ് ചെയ്യാണ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സ് ഒക്കെ യങ് മാനിനും പിന്നെ ചിലതൊക്കെ ഡാർക്ക് ലേഡിക്കും ഡെഡിക്കേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോണറ്റ് യങ് മാനിന് ഡെഡിക്കേറ്റഡ് ആണ്. Through these lines, the poet says that this poem will continue to be read and the fair youth will be analyzed forever. He says that as long as men can live, see and read this poem, the fair youth will exist. Okay. So the poet is emphasizing the immortality of both the poem and the young man in it. Okay, ആ പോയത്തിലൂടെ ആ യങ് മാനും എന്നും അറിയപ്പെടും. ആസ് ലോങ് ആസ് മെൻ ക്യാൻ ബ്രീത്ത് ആൻഡ് മെൻസ് ഐസ് ക്യാൻ സീ. ഓക്കെ, സോ അതായിരുന്നു ലൈൻസ്. ഇത് സിമ്പിൾ റൈറ്റ്. സോ ആസ് ലോങ് ആസ് മെൻ ക്യാൻ ബ്രീത്ത് ഓർ ഐസ് ക്യാൻ സീ, സോ ലോങ് ലിവ്സ് ദിസ് ആൻഡ് ദിസ് ഗിവ്സ് ലൈഫ് ടു യു ഓർ thee. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To reign is worth ambition though in hell. Better to reign in hell than serve in heaven. Okay, so to reign is worth ambition though in hell. അപ്പം ഒരു ambition എന്ന് പറയുന്നത് ഭരിക്കുക എന്നുള്ളതാണ്. നരകത്തിലാണെങ്കിലും ഹെല്ലിലാണെങ്കിലും അവിടെ റീൻ ചെയ്യുക, അവിടെ കിങ് ആയിട്ട് ജീവിക്കുക, അവിടെ ഭരിക്കുക എന്നുള്ളതാണ് ambition. Better to reign in hell, ഹെല്ലിൽ നരകത്തിൽ ഭരിക്കുന്നതാണ് നല്ലത്. ദാൻ സെർവ് ഇൻ ഹെവൻ, ഹെവനിലൊരു സെർവൻറ്റിനെ പോലെ, സ്വർഗത്തിലൊരു സെർവൻറ്റിനെ പോലെ നിൽക്കുന്നതിന് നല്ലത് നരകത്തിൽ ഹെല്ലിൽ ഭരിക്കുകയാണ്, ഹെല്ലിലൊരു കിങ്ങിനെ പോലെ ജീവിക്കുകയാണ് എന്നാണ് ഈ ലൈൻസ് പറയുന്നത്. അപ്പോൾ ഇത് ഏത് പോയത്തിലെ ലൈൻസ് ആയിരിക്കും? ദിസ് ലൈൻസ് ഫ്രം പാരഡൈസ് ലോസ്റ്റ് ബൈ ജോൺ മിൽട്ടൺ. ഓക്കെ, അതിലാണല്ലോ സാത്താനിന് ഹെവൻ നഷ്ടപ്പെടുന്നതും ഒക്കെ ഉള്ളത്. ഓക്കെ, so these are the lines from Paradise Lost by John Milton. The poem deals with man's first disobedience to God. Because of his actions, Satan is sent out to hell from heaven, and these are the words by Satan. Okay, Satan പറയുന്ന words ആണിത്.
He says that to rule or be the king is his ambition, whether he is in hell or heaven. He wants to be the controller. Okay. He then says that it is better to be a king in hell than be a servant in the heaven. Okay. He thinks that even though hell is a bad place, it is better to be the king of hell rather than being a servant of heaven. And thinking that he will get more freedom and power in hell, he decides to stay in hell. Okay. അപ്പോൾ അതാണ് ഈ ഒരു ലൈൻസിൻ്റെ മീനിങ്. ഓക്കെ. അപ്പോൾ നമ്മൾ സെക്ഷൻ എയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്ഷൻ ബി അടുത്ത വീഡിയോയിൽ കാണാം.